ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിൻ്റെ സൊല്യൂഷൻസ് ചെയ്യാം. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവൂ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് -2/3 × 3/5 + 5/2 - 3/5 × 1/6. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ ടേംസിനെ ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഏതെല്ലാം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണോ ഇവിടെ യൂസ് ചെയ്തത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഒരു ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണം എന്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതി നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് -2/3 × 3/5 + 5/2 - 3/5 × 1/6 അല്ലേ? ഇനി നമുക്ക് കാണുന്നുണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്. ഇത് പ്ലസ് മൈനസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനുള്ള ടേംസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ ടേം ഒന്നായിട്ട് മാറും അല്ലേ, ഒറ്റ ടേമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ 2 ടേമിനെ ഒന്ന് അടുത്തേക്ക് എഴുതിയിട്ട് മറ്റേ ടേമിനെ ലാസ്റ്റിലോട്ട് എഴുതി കൊടുക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു? A + B = B + A. എയുടെയും ബിയുടെയും ഓർഡർ ഒരു പ്രശ്നമില്ല, മാറിക്കഴിഞ്ഞാലും ആൻസർ സെയിമാ വരുന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആവും. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? -2/3 ഇവിടെ എഴുതിയിട്ടുണ്ട്, × 3/5 എഴുതി, എന്നിട്ട് ഈ -3/5 × 1/6 അതിനടുത്തോട്ട് എഴുതി കൊടുക്കാം. -3/5 × 1/6. പിന്നെ നമുക്ക് ഈ ഒരു ടേമിനെ ഇവിടെ എഴുതി കൊടുക്കാം, +5/2. ഇപ്പോൾ നോക്കൂ, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. -2/3 × 3/5 ഇവിടെ ഉണ്ട്, 5/2 ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞ് -3/5 ഇതേ ഇവിടെ ഉണ്ട്, 1/6 ഉണ്ട്. ആരും ഇങ്ങോട്ട് പോയില്ല. നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ റീ അറേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ആ പ്രോപ്പർട്ടി അറിയാമല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നുകൂടെ പോയി കാണണം, എന്നിട്ട് വേണം നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ എഴുതിയതിൽ എന്തെങ്കിലും കോമൺ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കൂ, -2/3 × 3/5 - 3/5 × 1/6. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 3/5ഉം 3/5ഉം കോമൺ ആയിട്ടുണ്ട് അല്ലേ. ഈ കോമൺ ആയിട്ടുള്ള 3/5നെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 3/5നെ ഞാൻ പുറത്തെടുത്തു. പിന്നെ ഈ 2 ടേമിലും ഈ ഒരു മൈനസ് സൈനും കോമൺ ആണല്ലോ. അപ്പോൾ ആ മൈനസ് സൈനിനെ ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ബാക്കി ടേംസിനെല്ലാം ബ്രാക്കറ്റിനകത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് -ഉം 3/5ഉം പുറത്ത് വന്നിട്ടുണ്ട്, ബ്രാക്കറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് 2/3 ആണ്, അതിവിടെ എഴുതി കൊടുക്കാം, 2/3. ഇനി നമ്മുടെ കയ്യിൽ ഈ ഈ -ഉം 3/5 ഒക്കെ കോമൺ ആയിട്ട് പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് 1/6 ആണ്. അപ്പോൾ നമുക്കവിടെ +1/6 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്ത് +5/2. ഡൗട്ടൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവായി കണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം, കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം അല്ലേ. ആദ്യം നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കാൽക്കുലേഷൻ ചെയ്യണം. ഇവിടെ പ്ലസ് ആണ്, ഒരു 2 ഫ്രാക്ഷൻസ് പ്ലസ്സോ മൈനസോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മൾ 2 ഡിനോമിനേറ്ററിൻ്റെയും LCM കണ്ടുപിടിക്കണം. ഇവിടെ 3ഉം 6ഉം ആണോ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ LCM നോക്കാം, 3ഉം 6ഉം. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം, 3 ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈം, പിന്നെ 2 എടുക്കാം 1. അപ്പോൾ 3 × 2 6.
3 ഇൻറ്റു 2 6 ആണ് ഇതിൻ്റെ LCM. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം, 6 ആക്കണം. ഓൾറെഡി ഇവിടെ ഡിനോമിനേറ്റർ 6 തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 6 ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് റീറൈറ്റ് ചെയ്ത് കൊടുക്കാം. -3/5 ഇൻറ്റു 2 ഇൻറ്റു 2 4/6 പ്ലസ് 1/6 പ്ലസ് 5/2. ഓക്കെ, ഇനി -3/5 ബ്രാക്കറ്റിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. 4 + 1 5 ആണ്, 6 അല്ലേ. 6 ആഡ് ചെയ്യരുത്. 6 അത് കോമൺ ആയിട്ടുള്ള ആ ഡിനോമിനേറ്ററിന് ഇവിടെ എഴുതി കൊടുക്കാനേ പാടുള്ളൂ. 6 + 6 12 എന്നൊന്നും ആരും എഴുതി കൊടുക്കരുത് കേട്ടോ. പിന്നെ പ്ലസ് 5/2. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താ, -3/5 ഇൻറ്റു 5/6 ആണ്. അങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ പ്ലസ്സോ മൈനസോ ഒന്നും ഇല്ലാതെ ബ്രാക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം, മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് അല്ലേ. എന്നിട്ട് 5/2. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. 5 ഇവിടെ കട്ട് ചെയ്തു, ഇവിടുത്തെ 5ഉം കട്ട് ചെയ്തു, 1. ഇനി 3 ഇവിടെ 1 ടൈം, ഇവിടെ 2 ടൈംസ്. ഇനി നമുക്ക് ഇതിനൊന്നുകൂടി എഴുതി കൊടുക്കാം. -1 ഇൻറ്റു 1 ഈസ് -1/1 ഇൻറ്റു 2 ഈസ് 2 പ്ലസ് 5/2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ എഡീഷനാണ് തന്നിട്ടുള്ളത്. -1 + 5 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. വലുതിൻ്റെ സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെയും സൈൻ പോസിറ്റീവാണ്. പിന്നെ 2 ഉണ്ട്, 2നെ ആഡ് ചെയ്യരുത്, ആഡ് ചെയ്യാതെ തന്നെ എഴുതണം. 4/2. ഇനി ഈ 4/2നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാമല്ലോ. അപ്പോൾ 4ൽ 2 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 2/1. 2/1 എന്നെഴുതേണ്ട ആവശ്യമില്ലല്ലോ, 2 മതിയല്ലോ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ 3/5നെ പുറത്തെടുത്തു, മൈനസ് സൈനും കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് എഴുതി കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിതിന് യൂസ് ചെയ്തത് കേട്ടോ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, AB + AC = A × B + C. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാനത് ആദ്യത്തിൽ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അങ്ങനെ കാൽക്കുലേഷനും കൂടി ചെയ്തു പോയതാണ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണോ യൂസ് ചെയ്തത്. അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് കേട്ടോ, AB + AC = A × B + C. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ളൊരു ഫോമിലായിരുന്നു അല്ലേ. AB + AC ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് A പുറത്തെടുത്തു എന്ന് പറയുമ്പോൾ -3/5 ആണ് പുറത്തെടുത്തത്. കോമൺ ആയിട്ടുള്ള ഇവിടെ A കോമൺ ആണ്, അത് പുറത്തെടുത്ത പോലെ ഇവിടെ -3/5 പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തു. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് ഈസിയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു -3/7 -1/6 ഇൻറ്റു 3/2 പ്ലസ് 1/14 ഇൻറ്റു 2/5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് റീഅറേഞ്ച്മെൻറ്റിൽ എന്താണ് നമുക്കൊരു കാര്യം കിട്ടാൻ നോക്കാം. നമുക്ക് ഇതിൽ രണ്ടിലും 2/5 ഒക്കെ അടുത്തായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. 2/5 2/5, അതുപോലെ തന്നെ ഇവിടെ 7 ഇവിടെ 14 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരും അടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഓർഡർ മാറ്റി നമുക്ക് കുറച്ചും കൂടി ഈസി ആയ രീതിയിൽ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് 2/5 ആണല്ലോ, ഇവിടെ 2/5 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിനെ നമുക്ക് അടുത്തടുത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ 2/5 ഇൻറ്റു -3/7 പ്ലസ് 1/14 ഇൻറ്റു 2/5 അങ്ങനെ എഴുതി.
ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു ടേമും കൂടി എഴുതാത്തതുണ്ടല്ലോ. അതെ, ഈ ടേമിനെ ഞാൻ എഴുതിയിട്ടില്ല അല്ലേ ഇവിടെ. അപ്പോൾ അതിനെ ആ സൈനോട് കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതണം. -1/6 ഇൻറ്റു 3/2. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കോമൺ ആയിട്ട് ആരുള്ളത് 2/5 അല്ലേ. 2/5 കോമൺ ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മറ്റേ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ കോമൺ ഉണ്ടായിരുന്നു, അത് എടുത്തിരുന്നു. ഇവിടെ മൈനസ് കോമൺ ഒന്നുമില്ല. അതുകൊണ്ട് ആരുടെ കൂടെയാണോ മൈനസ് ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ. കോമൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2/5 പുറത്തു വന്നു. ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്? ഇങ്ങനെ എഴുതുന്നതിന്, റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിയതിന് നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇത് എഴുതി കൊടുക്കാൻ മറക്കരുത്. ഇത് ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതൽ നിർബന്ധമാണ്. നമ്മുടെ അടുത്ത് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഏതാണെന്നും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ കോമൺ ആയിട്ടുള്ള 2/5 നമുക്ക് പുറത്തെടുക്കാം. 2/5 പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിൽ 2/5 രണ്ടിൽ 2/5 ആണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ -3/7 എഴുതി, പ്ലസ് എഴുതി, 1/14 എഴുതി, ഇനി -1/6 ഇൻറ്റു 3/2 ഇത് എഴുതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഈ പ്രോപ്പർട്ടി എന്താ, ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. നേരത്തെ ഞാൻ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്തതെന്നൊക്കെ കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. B + AC = A × B + C ഇങ്ങനെ എഴുതുന്നതിന് അല്ലേ. 2/5 ഞാൻ ഇങ്ങോട്ട് എഴുതി, 2/5. പിന്നെ ബ്രാക്കറ്റിനകത്ത് -3 × 2 -6 ആണ്, by 7 × 2 14 ആണ്, പ്ലസ് 1/14 മൈനസ് 1/6 ഇൻറ്റു 3/2. ഓക്കെ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള കാൽക്കുലേഷൻ ചെയ്യാം. 2/5 ഇൻറ്റു -6 + 1 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. ഇവിടെ 6 ആണ് വലിയ നമ്പർ. 6 - 1 = 5. 6ൻ്റെ കൂടെയുള്ള സൈന് മൈനസാണ്, അത് കൊടുത്തു. -5/14 മൈനസ്, ഇവിടെ നമുക്കിത് കട്ട് ചെയ്യാം. 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈം. ഇനി നമുക്ക് എന്ത് എഴുതാം? 1 × 1 1/2 × 2 4. ഓക്കെ. ഇനി 2/5 ഇൻറ്റു -5/14 മൈനസ് 1/4. ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്യാം. നമുക്ക് 2ഉം 14ഉം കട്ട് ചെയ്യാം. അപ്പോൾ 1 × -1 എന്ന് പറയുമ്പോൾ -1 ആണ്. പിന്നെ ഇവിടുത്തെ 1 × 7 7 ആണ്, -1/4 കിട്ടി. ഇനി ഇവിടെ വീണ്ടും നമുക്ക് എന്ത് വേണം? 7ൻ്റെയും 4ൻ്റെ LCM കാണണം. അതിൻ്റെ LCM കണ്ടിട്ട് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 7ൻ്റെയും 4ൻ്റെ എന്ന് പറയുമ്പോൾ LCM കാണുമ്പോൾ 7 × 4 ചെയ്യണം അല്ലേ. 7 × 4 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ 7 28 ആക്കണമെങ്കിൽ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 28 ആക്കാൻ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 1 × 4 4 മൈനസ് സൈൻ ഉണ്ട് അതിൻ്റെ കൂടെ, അത് കൊടുക്കാം. by 28 മൈനസ് 7/4 × 7 28. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -4 - 7 എന്ന് പറയുമ്പോൾ -11 ആണ് കിട്ടുന്നത്. പിന്നെ 28 എഴുതി കൊടുക്കാം. -11/28 ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ 11 വന്നതെന്ന് അറിയോ? ഇവിടെ രണ്ടും മൈനസാണ്. അപ്പോൾ ആ മൈനസ് സൈൻ കൊടുത്തു. 4 + 7 11 ആണ്. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 28 എഴുതി കൊടുത്തു.
അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും 28 ഇവിടെ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയല്ലോ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യാത്തത്, അങ്ങനെയൊക്കെ തോന്നും. ഇത് പ്ലസോ മൈനസോ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമ്മൾ ആ സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് ആൻസറിലും കൊടുക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസറാണ് എഴുതുക. മനസ്സിലായല്ലോ? അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാണോ ഡിനോമിനേറ്ററുള്ള അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും വന്നപ്പോഴാണ് നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ആർക്കും ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലിപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്കൊന്നുകൂടെ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 എന്ന ആൻസർ കിട്ടണം. ആ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം A എന്നൊരു നമ്പർ, അതിൻ്റെ കൂടെ നമ്മൾ എന്തോ ഒരു നമ്പർ കൂടെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന ആൻസർ കിട്ടണം. അപ്പോൾ നമുക്ക് അത് ശരിയായിട്ടുള്ളൊരു നമ്പർ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം നമുക്ക്. അതായത് ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കാം. 2ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ 2ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? നമുക്ക് 1 എഴുതി കൊടുത്താലോ 0 തന്നെ എഴുതി കൊടുത്താലും നമുക്ക് 0 എന്ന ആൻസർ കിട്ടില്ല അല്ലേ? അപ്പോൾ 2 + 0 കൊടുത്താൽ എന്തായിരിക്കും? ആൻസർ 2 ആയിരിക്കും. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും നമുക്കിവിടെ 0 കിട്ടുന്നത്. 2ൻ്റെ കൂടെ 2ൻ്റെ ഓപ്പോസിറ്റ് സൈനിലുള്ള സെയിം നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ 2 + -2 എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലസ് ഓർ മൈനസിൻ്റെ ഒക്കെ റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ മൈനസും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുക. ഇവിടെ രണ്ടും ഈക്വലാണ്. നമുക്ക് 0 കിട്ടി. 0ക്ക് സൈനിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതി. അപ്പോൾ 0 കിട്ടാൻ നമ്മൾ ചെയ്തത് എന്താ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തു. അപ്പോൾ എയുടെ കേസിലാണെങ്കിലോ എ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ -a എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഏത് നമ്പറിൻ്റെയും എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതി കൊടുക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന്. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഓപ്പോസിറ്റ് സൈൻ എഴുതി കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഈസിയാണ് കാര്യം. നോക്കാമല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് 28ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 28ൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്താ? അത് പോസിറ്റീവ് ആണെങ്കിൽ -28. എത്ര ഈസി അല്ലേ? അപ്പോൾ -59ൻ്റെയോ? -59ൻ്റെ +59 +59. ഓക്കെ. അപ്പോൾ -6/-5 ആണെങ്കിലോ? 2 മൈനസ് ഉണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ടെങ്കിലും നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് -6/-5ൻ്റെ 2 നെഗറ്റീവ് സൈനും ക്യാൻസൽ ചെയ്തു 6/5 ആക്കിയതിന് ശേഷം വേണം അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എഴുതാനായിട്ട്. അപ്പോൾ 6/5ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -6/5. അതല്ലാതെ നേരെ പോയി ഈ 2 മൈനസും പോസിറ്റീവ് ആക്കുകയല്ല വേണ്ടത്. ഈ 2 മൈനസ് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ -6/-5 ഉണ്ട്. അതിൻ്റെ രണ്ടും നമ്മൾ പോസിറ്റീവാക്കി എഴുതി കഴിഞ്ഞാൽ 6/5. അതും ഇതും സെയിം ആണ്. അത് നമുക്ക് രണ്ടും കോമൺ ആയിട്ട് മേലെ താഴെ ഉള്ളത് നമ്മൾ എപ്പോഴും ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട് അല്ലേ? അപ്പോൾ 3/6 ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്പർ നോക്കും. 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കില്ലേ? അതുപോലെ തന്നെ 6/6 തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് 2 6ഉം കട്ട് ചെയ്ത് അവിടെ 1 1 അങ്ങനെ വരും. അതുപോലെ നമുക്കിവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ 2 മൈനസും കട്ട് ചെയ്തിട്ട് ആൻസറിൽ പോസിറ്റീവായിട്ട് വരും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയണം. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ ആഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടിയത് -6/-5ൻ്റെത് +6/+5 അല്ല എഴുതേണ്ടത്. അതിങ്ങനെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് 6/5 കിട്ടിയിട്ട് അതിനെ -6/5 എന്ന് ആഡിറ്റീവ് ഇൻവേഴ്സ് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നമുക്ക് 2/-9. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. ഈ മൈനസ് സൈന് മേലെ വന്നാലും താഴെ വന്നാലും ഇത് മൊത്തത്തിൽ മൈനസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ -2/9 എന്ന് എഴുതാം.
ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതണം. ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എഴുതുന്നത്? ഇതിൻ്റെ ഇൻവേഴ്സ് ഈ മൈനസ് സൈൻ മാറി പോസിറ്റീവായി, അപ്പോൾ 2/9 ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. ഇനി അടുത്തത് നോക്കൂ, 19/-6 ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതണമെങ്കിലോ 19/-6 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. അപ്പോൾ -19/6 എന്ന് എഴുതി. ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 19/6 ആണ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ആൻസറുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് -(-x) ഫോർ x 115 ഉണ്ട്. പിന്നെ x -13/17. ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ നമുക്ക്, (-(x) ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ എക്സിനൊക്കെ പകരമായിട്ട് നമ്മൾ 115 എന്ന് എഴുതി കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അതിലുള്ളത് പോലെ തന്നെ എഴുതുക. എക്സിന് പകരം 115 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? -(-115) = 115. മനസ്സിലായല്ലോ? ഇനി -(-) രണ്ട് മൈനസുകൾ അടുത്തടുത്ത് കണ്ടാൽ നമ്മൾ എന്ത് വേണം? ഇവരെ രണ്ടുപേരും മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് ആണത്. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആണ് അല്ലേ? നമ്മൾ ഏത് നമ്പർ ഇപ്പോൾ -2 × -2 ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 4 മാത്രം മതി അല്ലേ? +4 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതും മൈനസ് ഇൻറ്റു മൈനസ് ആണ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത് മൈനസ് ഇൻറ്റു മൈനസ് എന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ +115 എന്ന് കിട്ടി. അപ്പോൾ ഇത് വെരിഫൈ ചെയ്തല്ലോ. നമ്മൾ RHS = LHS, -(-) എന്ന് പറയുമ്പോൾ നമുക്ക് 115 എഴുതാം, 115 എഴുതാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? LHS = RHS. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ എന്ത് എഴുതണം? ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. കണ്ടോ? വെരിഫൈ ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ ആയിരിക്കണം. ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതേ റൂള് തന്നെയാണ് ഇനിയും ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളതും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? (-(x) ഇത് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ എക്സ് ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് -13/17 എന്നാണ്. അപ്പോൾ ഇനി എക്സിന് പകരം നമ്മൾ എന്ത് എഴുതണം? എക്സിന് പകരം -(-) ഇവിടെ എഴുതിയിട്ട് എക്സിന് പകരം -13/17 എന്ന് എഴുതണം. ആ മൈനസ് വേറെ തന്നെ എഴുതണം കേട്ടോ. വേറെ തന്നെ ആ മൈനസ് എഴുതി -13/17. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതി കൊടുക്കണേ. എന്നിട്ട് എക്സിൻ്റെ പൊസിഷനിൽ -13/17 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയല്ലോ, പ്ലസ് ആയി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് -13/17 എന്ന് തന്നെ എഴുതാം, = -13/17. ഇനി നമുക്ക് പ്ലസ് ഇൻറ്റു മൈനസ് 13/17 എന്ന് പറയുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണേ. അപ്പോൾ നമുക്ക് -13/17 = -13/17. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? LHSഉം RHSഉം ഈക്വലായി അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതി കൊടുക്കാം. LHS = RHS, ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. പിന്നെ പ്ലസ് ഇൻറ്റു മൈനസ് വന്നപ്പോൾ അത് വീണ്ടും മൈനസായി. രണ്ട് സൈഡിൽ നമുക്ക് -13/17 കിട്ടി. ശരിക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അങ്ങോട്ട് എഴുതി വെക്കുക. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഈ 4th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്താണ്? -13. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? ഓർമ്മ ഉണ്ടോ പഠിച്ചത്? ഞാൻ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് കണ്ടിട്ട് വന്നതാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം.
അപ്പോൾ നമുക്കൊരു നമ്പർ വെച്ച് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു നമ്പർ ഇവിടെ 3 എന്നെടുത്തു. 3നെ എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. 1 കിട്ടിയാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയാം. 1 അല്ല മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ 3 ആയിട്ട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതുമായിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3 ഇൻറ്റു 0 എത്ര കിട്ടുന്നത്? 0 ആണ്. 3 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. 1 എന്ന് വേണം നമുക്ക് ആൻസർ കിട്ടാൻ. എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ 1 കിട്ടുന്ന രീതിയിലുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഈ 3നെ ഇങ്ങനെ 3/1 എന്ന് എഴുതി ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. റെസിപ്രോക്കൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഒന്നുകൂടി പറയാം. അപ്പോൾ 3/1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിരിച്ചെഴുതുക. ഇതിൻ്റെ ഡിനോമിനേറ്റർ മേലെയും ന്യൂമറേറ്റർ താഴെയുമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ റെസിപ്രോക്കൽ കിട്ടി. ഈ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മളിതിനെ. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും 3 ആണ്. ഈ 3യും 3യും ക്യാൻസലായി. ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 1/1 അല്ലേ? 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? 3 ആയിട്ട് എന്തോ ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു നമ്പറാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഏത് നമ്പറിൻ്റെ ആണെങ്കിലും അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. എന്നാൽ എല്ലാവരും ഒന്ന് നോക്കിയേ. 2/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ, അതിനെ തിരിച്ചെഴുതുക. അപ്പോൾ 3/2 അല്ലേ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ കമൻറ്റ് സെക്ഷനിൽ പോകും. നമ്മളതിൽ നമ്മുടെ ഡൗട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം. നമുക്ക് അടുത്ത ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നോക്കി എങ്ങനെയുണ്ടെന്ന് ഇപ്പം തന്നെ ഓരോരുത്തർ ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അത്ര ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, -13 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ -13നെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ ഒന്ന് നോക്കാം. -13നെ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കൊടുക്കുക അല്ലേ? -13/1. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -13 ഇതിൻ്റെ തിരിച്ചെഴുതണം നമ്മൾ. 1/-13 ഇതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ഇത് നോക്കൂ, -13/19 ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാലോ. നമ്മളിതിൽ സൈനൊന്നും മാറ്റാൻ പോകരുത് കേട്ടോ. സൈനൊന്നും മാറ്റരുത്. അത് ആഡിറ്റീവ് ഇൻവേഴ്സിലാണ് സൈൻ മാറ്റുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൽ ആരും സൈനൊന്നും മാറ്റരുത്. ഇവരെ തിരിച്ചെഴുതണം. അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? -13 താഴോട്ട് വന്നു അല്ലേ? അപ്പോൾ നമുക്ക് 19/-13 എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ് എഴുതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൈനസ് മേലോട്ട് വന്നോട്ടെ. -19/13. മൈനസ് താഴെ ആയാലും മേലെ ആയാലും ഒക്കെ വാല്യൂ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ എപ്പോഴും മേലത്തെ നമ്പറിൻ്റെ അടുത്ത് ആ മൈനസ് എഴുതി കൊടുക്കുക കേട്ടോ. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ഒന്നല്ല. ഈ മൊത്തം നമ്പറിന് നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇതൊരൊറ്റ ഫിഗറാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് വേണം? മൈനസ് മേലെ കൊടുക്കണം കേട്ടോ. ആരും തെറ്റിക്കരുത്. എല്ലാവർക്കും ആൻസർ മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നമുക്ക്. അതായത് 1/5 എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. 1/5നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 5/1 കിട്ടും. പക്ഷേ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഫോമൊക്കെ അറിയുന്ന നമ്മൾ 5 എഴുതിയാൽ മതി. 5/1 എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. 5/1 എഴുതിയിട്ട് =5 എന്ന് എഴുതിയാൽ എന്താ? അവിടെ ആ ആൻസർ കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് -5/8 ഇൻറ്റു -3/7 ആണ്. അപ്പോൾ നേരെ പോയി ഇതിനെല്ലാം തിരിച്ചിടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 5 ഇൻറ്റു 3 15 ആണ്. പിന്നെ /8 ഇൻറ്റു 7 56. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് എഴുതാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? ഇതിൻ്റെ തിരിച്ചങ്ങോട്ട് എഴുതാം. 56/15 അത്രയേ ഉള്ളൂ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ -1 ഇൻറ്റു -2/5 ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് കിട്ടും. 1 ഇൻറ്റു 2 2 ആണ്. 2/5 എഴുതി. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിൻ്റെ എന്താ വരുന്നത്? 2/5. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 5/2 അല്ലേ. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ -1 എന്നാണ്. അപ്പോൾ -1 എഴുതി നമ്മൾ. -1/1 എന്ന് എഴുതി. ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ നമുക്ക് 1/-1 അല്ലേ. അപ്പോൾ 1/-1 എന്ന് പറഞ്ഞാൽ എന്താ? -1/1. ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും മൈനസ് സൈൻ മേലെ കൊടുക്കണം. പിന്നെ -1/1 എന്ന് പറഞ്ഞാൽ എന്താ? -1 തന്നെ. അപ്പോൾ നമുക്ക് -1ൻ്റെ റെസിപ്രോക്കലും -1 തന്നെയാണ്. ഒരു മാറ്റവും വന്നില്ല അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ടൊന്നുമില്ലല്ലോ. എല്ലാവർക്കും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി ചെയ്യുന്നേ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും നിങ്ങൾ. ഞാൻ എല്ലാം പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ക്വസ്റ്റ്യനിലും എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് -4/5 ഇൻറ്റു 1 ഈക്വൽസ് ടു 1 ഇൻറ്റു -4/5 ഈക്വൽസ് ടു -4/5 എന്നാണ്. ഇവിടെ നമുക്ക് -4/5നെ 1ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 1നെ -4/5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ -4/5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് വെറും പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രമാണ്. അതല്ലാതെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ കണ്ടത് എന്താ? 1ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. 1ആയിട്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിൻ്റെ വാല്യൂ മാറുന്നില്ല. അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പോയാൽ കാണാം കേട്ടോ. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1ആയിട്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂ മാറുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഇവിടെ കിട്ടി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ നമ്പറിന് വാല്യൂവിൽ മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു കാര്യം കണ്ടല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി A ഇൻറ്റു B ഈക്വൽസ് ടു B ഇൻറ്റു A. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ വാല്യൂ മാറുന്നില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ അടുത്തതായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി. അതാണ് -4/5 ഇൻറ്റു 1 ഈക്വൽസ് ടു അത് തിരിച്ചു 1 ഇൻറ്റു -4/5. അപ്പോഴും വാല്യൂ ഒന്നും മാറിയില്ല. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇങ്ങനെ 2 പ്രോപ്പർട്ടീസ് ഇതിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് പ്രോപ്പർട്ടി എവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അല്ലേ. -13/17 ഇൻറ്റു -2/7 ഈക്വൽസ് ടു -2/7 ഇൻറ്റു -13/17. എന്താ അവിടെ വന്നത്? A ഇൻറ്റു B ഈക്വൽസ് ടു B ഇൻറ്റു A അല്ലേ. ഇവിടുത്തെ A എന്ന് പറഞ്ഞാൽ -13/17, ബിയുടെ പൊസിഷനിൽ -2/7. അത് തിരിച്ചിട്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സെയിം തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? -19/29 ഇൻറ്റു 29/-19. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ മൈനസ് വിലക്കൊക്കെ വരും കേട്ടോ. ഇത് ക്വസ്റ്റ്യനിലുള്ള അതുപോലെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കിട്ടണമെങ്കിൽ ഇതേ 19 ഒക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. മറ്റേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. റെസിപ്രോക്കൽ അല്ലേ? -19/29 റെസിപ്രോക്കൽ ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 29/-19 എഴുതിയപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കുഞ്ഞു ക്വസ്റ്റ്യൻസ് അല്ലേ, എത്ര ഈസിയാന്ന് നോക്കിയേ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്
മൾട്ടിപ്ലൈ 6/13 ബൈ ദ റെസിപ്രോക്കൽ ഓഫ് -7/6. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ? 6/13. എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റെസിപ്രോക്കൽ ഓഫ് -7/6. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് -7/6ൻ്റെ റെസിപ്രോക്കൽ എന്താ നോക്കാം. തിരിച്ചെഴുതുക. റെസിപ്രോക്കൽ എന്താ? 6/7 മൈനസ് സൈൻ ഉള്ളത് ഇവിടെ കൊടുത്തു നമ്മൾ. ഓക്കെ, അപ്പോൾ -6/7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. 6/13 എഴുതി ഇൻറ്റു -6/7. അപ്പോൾ നമുക്ക് 6 × 6 36 കൂടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതിനെ നമ്മളിവിടെ എഴുതി കൊടുത്തു. ഇനി 13 × 7 ചെയ്ത് നോക്കാം. 3 7s are 21, 1 here, 2 here, 1 7s are 7, 7 + 2 is 9. ഓക്കെ, അപ്പോൾ നമുക്ക് -36/91 എന്ന് കിട്ടി. റെഡിയല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? കറക്റ്റ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇതിലിപ്പോൾ എന്താ നമുക്ക് കാണുന്നത്? 1/3 ഇൻറ്റു ഒരു ബ്രാക്കറ്റിനകത്ത് 6 × 4/3 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ 1/3 × 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ 4/3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 1/3 6 4/3 ഇവിടെയുണ്ട്, 1/3 6 4/3. ഇവരെ ആദ്യം ഈ 6 × 4/3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 1/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ 1/3 × 6 ചെയ്തിട്ട് പിന്നെ ആ ആൻസറിൻ്റെ കൂടെ 4/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നോക്കൂ, A × B × C എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബിയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ മൾട്ടിപ്ലൈ ചെയ്താലും ഇതുപോലെ A × B × C എന്നുള്ളതിന് പകരം നമുക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സി മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ ആൻസർ കിട്ടുമെന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടിയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് അറിയുന്ന ആ പ്രോപ്പർട്ടിയുടെ പേര് മാത്രം മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ പേര് മാത്രം എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈസ് 8/9 the multiplicative inverse of -1 1/8? why or why not? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ? 8/9 -1 1/8ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. ആൻസർ 1 അല്ല കിട്ടിയതെങ്കിൽ നമുക്ക് പറയാം ഇവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല എന്ന് പറയാം. ഇവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ആൻസർ 1 കിട്ടും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. 8/9 ഇൻറ്റു -1 1/8. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മിക്സ് ഫ്രാക്ഷനെ ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 8/9 ഇൻറ്റു -1 1/8നെ നമ്മളെങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? -1 1/8 ഉണ്ട്. ഇത് നമ്മൾ 1 × 8 ഫസ്റ്റ് ചെയ്യണം. 1 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 8 എന്ന് പറഞ്ഞാൽ 8 + 1 9. അപ്പോൾ നമുക്ക് 9 എഴുതാം, ഈ മൈനസ് ഇവിടെ എഴുതാം, ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആൻസർ, ഇതിൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയത് -9/8 ആണ്. അതിവിടെ എഴുതി കൊടുക്കാം, -9/8 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 8ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്യാം, ഈ 9ഉം ഈ 9ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 വന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ആൻസർ കിട്ടിയത്? ഇവിടെ ഒരു 1, എല്ലായിടത്തും ഓരോ 1 ഉണ്ടാവും അല്ലേ? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 × -1 -1 ആണ് /1.
അപ്പോൾ നമുക്ക് -1 എന്നാണ് ആൻസർ കിട്ടിയത്. -1 ആൻസർ കിട്ടിയാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവില്ല. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകണമെങ്കിൽ 1 എന്ന് തന്നെ കിട്ടണം, +1 തന്നെ ഇരിക്കണം അത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഫൈനലി എങ്ങനെ എഴുതി കൊടുക്കാം? 8/9 ഈസ് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8 എന്ന് എഴുതി കൊടുക്കാം. എന്തുകൊണ്ടാണെന്ന് കാര്യമൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ ആൻസർ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് -1 എന്നാണ് ആൻസർ. -1 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവില്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇഫ് 0.3 ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 1/3 വൈ ഓർ വൈ നോട്ട്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 0.3 എന്ന് പറയുന്നത് 3 1/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ അല്ലയോ, അതൊരു ക്വസ്റ്റ്യൻ. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, നമ്മൾ റീസൺ കൊടുക്കണം. അപ്പോൾ എന്തോ ചെയ്യാം, നമുക്ക് ഇവർ രണ്ടുപേരും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. +1 തന്നെ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയും. +1 കിട്ടിയില്ല, വേറെ എന്തെങ്കിലും നമ്പറാണ് കിട്ടിയതെങ്കിൽ നമ്മൾ പറയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല എന്ന്. അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. 0.3 × 3 1/3 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 0.3നെ നമുക്കൊന്ന് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം, 3/10 എന്ന്. ഒരു ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ /10 എഴുതി, അത് കഴിഞ്ഞു ഇൻറ്റു ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനെ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? 3 × 3 9, 9 + 1 10, 10/3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ക്യാൻസൽ ചെയ്യാം അല്ലേ? 3 ൽ 3 1 ടൈം, 3 ൽ 3 1 ടൈം, 10 ൽ 10 1 ടൈം, 10 ൽ 10 1 ടൈം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 × 1 1 1 × 1 1 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. നമ്മുടെ ആളല്ലേ ഇത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലേ? 1 കിട്ടിയാലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0.3 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 1/3. 3 1/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൻ്റെ റീസൺ പറയണം. റീസൺ പറയാനായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇവിടെ എഴുതി കൊടുക്കാം. 0.3 × 3 1/3 = 1. So 0.3 is the multiplicative inverse of 3 1/3 അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തോളൂല്ലോ. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ ഇല്ലാത്ത ഒരു റേഷണൽ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് നമ്പർ എഴുതിയാലും നമുക്ക് റെസിപ്രോക്കൽ ഉണ്ട്. പക്ഷെ നമ്മൾ 0 എഴുതി കഴിഞ്ഞാൽ നോക്കിയേ, 0യെ നമ്മൾ 0/1 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതുന്നത് 1/0 ആയിരിക്കും. ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 0ക്ക് റെസിപ്രോക്കൽ ഇല്ല. അപ്പോൾ ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ, അത് ഒരു 0 ആണ്. നമുക്ക് അതിനെ 0 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ്. എങ്ങനെ, ഏത് റേഷണൽ നമ്പറിനാണ് അതിൻ്റെ റെസിപ്രോക്കലും ആ നമ്പറും ഈക്വൽ ആകുന്നത്? അപ്പോൾ നമ്മൾ 2 ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 2/1 1/2 ഈക്വൽ അല്ല. പക്ഷേ 1ൻ്റെ കാര്യം നോക്കിയാൽ 1ന് നമ്മൾ 1/1 എന്ന് എഴുതി. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാലും 1/1 തന്നെയാണ്. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി, 1 എന്ന്. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഒരാളും കൂടെ എങ്കിലും ഉണ്ടാവും അല്ലേ? നോക്കാം -1 നോക്കാം. -1/1, അതിൻ്റെ റെസിപ്രോക്കൽ 1/-1. അപ്പോൾ നമുക്ക് -1 എന്ന് തന്നെയാണ് അത് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 1 and -1 അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല ഈക്വൽ ടു നെഗറ്റീവ് ആകുന്നത് നമ്മുടെ 0ക്ക് മാത്രമേ അതിന് സാധിക്കൂ. അപ്പോൾ
അപ്പോൾ നമ്മളിവിടെ 0 എന്ന് കൊടുക്കാം. 0ക്ക് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ 0 തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ 0 കൊടുക്കാം. അപ്പോൾ എല്ലാറ്റിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ. ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ 1 ആൻഡ് -1 ആണ്. ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 0 ഹാസ് ഡാഷ് റെസിപ്രോക്കൽ, നോ റെസിപ്രോക്കൽ. ഓക്കെ, ദ നമ്പേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദെയർ ഓൺ റെസിപ്രോക്കൽസ്. അപ്പോൾ ചെയ്തല്ലോ നമ്മൾ അല്ലേ. 1 ആൻഡ് -1 ചെയ്ത് കാണിച്ചു തന്നല്ലോ ഞാൻ. പിന്നെ ദ റെസിപ്രോക്കൽ ഓഫ് -5 ഈസ്, റെസിപ്രോക്കലാണോ ചോദിച്ചത്, സൈൻ മാറ്റി എഴുതാനൊന്നും ആരും പോകണ്ട. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇപ്പോൾ +5 എഴുതി കൊടുത്താൽ മതിയില്ലേന്ന്. അല്ല, റെസിപ്രോക്കലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -5ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചെഴുതണം. 1/-5 അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ -1/5 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. -1/5. ഓക്കെ, ഇനി അടുത്തത് റെസിപ്രോക്കൽ ഓഫ് 1/x വെയർ x ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അപ്പോൾ നമുക്ക് 1/xൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ x/1 ആണ്. x/1 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ x എന്ന് എഴുതി കൊടുക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 റേഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് എ റേഷണൽ നമ്പർ. റേഷണൽ നമ്പർ 2 റേഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ റേഷണൽ നമ്പർ തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി ഒക്കെ പഠിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുണ്ട്. എല്ലാവരും ഇവിടെ ഡൗട്ട് വരുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി കാണണം. എല്ലാവരും ആദ്യം കണ്ടിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കാണണേ. ദ റെസിപ്രോക്കൽ ഓഫ് എ പോസിറ്റീവ് റേഷണൽ നമ്പർ ഈസ്. അപ്പോൾ എന്താ, പോസിറ്റീവ് റേഷണൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ്. നെഗറ്റീവ് റേഷണൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ നെഗറ്റീവ് ആയിരിക്കും. എന്താ സംഗതി, 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1 ആണ്. പോസിറ്റീവ് തന്നെ കിട്ടിയത് രണ്ടും. -1/2ൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ -2/1 ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ മൈനസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും എല്ലാ സൊല്യൂഷൻസും കറക്റ്റായി മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ വീഡിയോസ് തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ആരോട് പറയണ്ടല്ലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.